ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നൊരു സംഭവമാണ്. ഉലുവയും പാലും ചേർത്തിട്ടുള്ളത് ഒരു ഫേസ് പാക്കാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ്. ഇത് നമുക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാക്കും കേട്ടോ. നല്ല മാറ്റം എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളൊരു ബൗളെടുക്കുക. ശേഷം അതിലേക്ക് നമ്മുടെ ഉലുവ എടുത്തിടുക. ഉലുവ എന്ന് പറയുമ്പോഴത്തേനും ഒരു 3-4 ടേബിൾ സ്പൂൺ എടുക്കണം. കുതിർത്തി വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് പരുവത്തിൽ അങ്ങനെ ആക്കി എടുക്കണം. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നന്നായിട്ട് പൊടിച്ചെടുക്കുമ്പോഴത്തേനും നല്ല പൊടിയാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ആ ഒരു പേസ്റ്റ് പരുവം കിട്ടത്തുള്ളൂ. ഈ ഉലുവ എന്ന് പറയുന്നത് നമുക്ക് തലയ്ക്കകത്ത് തേക്കുന്നതിലും മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നതിനും അതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനും നല്ലതാണ്. മുഖക്കുരു പിന്നെ അതുപോലെ നമുക്കൊരു ക്യൂട്ട്നെസ് കിട്ടാനും ഒരു ഗ്ലോയിങ് കിട്ടാനും ഒക്കെ നല്ലതാണ്. മുഖക്കുരുവിനൊക്കെ ബെസ്റ്റ് ആയിട്ടാണ്. അതുപോലെ നമ്മുടെ തലയിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇപ്പം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഞാനതിൻ്റെ ഡിഫറൻസ് നല്ലപോലെ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ശേഷം ഞാൻ ഇപ്പം ഒന്ന് നേരെ ഡയറക്റ്റ് പോയിട്ട് പൊടിക്കുമായിരുന്നു. അപ്പം നന്നായിട്ട് പൊടിച്ച് കിട്ടത്തില്ല, നല്ലൊരു ഫൈൻ പരുവത്തിൽ കിട്ടൂല. ഇപ്പം ഞാൻ ഇവിടുത്തെ ഇങ്ങനത്തെ മിക്സിയാണ് കേട്ടോ എടുത്തിട്ടിരിക്കുന്നത്. ഇത് ഭയങ്കര എന്താണ് ചെറിയ ഐറ്റംസൊക്കെ പൊടിക്കാൻ പറ്റിയ നല്ലൊരു മിക്സിയാണ് കേട്ടോ. നല്ലൊരു ഐറ്റമാണ്, ചെറിയൊരു മിനി മിക്സി. അതിൻ്റെ കമ്പനിയും കാര്യങ്ങളൊക്കെ മെയ്മാന്നെന്തോ പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. ഇത് ആമസോണിലൊക്കെ ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ് സംഭവം. നിങ്ങൾ വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു 2 പിന്നാണ് സംഭവം. അങ്ങനെ നമ്മൾ ആ ഉലുവ അടിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ചെറിയൊരു തരിതരിപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പരുവത്തിൽ എടുക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് കുതിർത്തിയിട്ട് ഒന്ന് ജസ്റ്റ് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പരുവത്തിൽ എടുക്കുക. ഒത്തിരി വെള്ളം ചേർക്കണ്ട, ഇച്ചിരി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇപ്പം ഞാൻ ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ 2-3 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ കൂടെ, ഇളം ചൂടുള്ള പാലാണ് എടുക്കേണ്ടത്. ഇതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇച്ചിരി കൂടുതൽ പാൽ ഒഴിച്ചെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി കൂടുതൽ മിൽക്ക് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ അത് ഫുള്ള് നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല, കുറച്ച് പൊടിയാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. വെള്ളത്തിൽ കുതിർത്തിയിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് അരച്ചെടുക്കുക. അപ്പോൾ ഇച്ചിരി കൂടുതൽ മിൽക്ക് ആഡ് ചെയ്തിട്ട് എടുത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഈ മിൽക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കുന്നത് കൊണ്ടിട്ട് ഇച്ചിരി പെട്ടെന്ന് കട്ടി പിടിക്കും. അതുകൊണ്ട് ഇച്ചിരി കൂടെ ഞാൻ പാൽ ആഡ് ചെയ്തെടുത്തിട്ട് മിക്സ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു സ്റ്റിക്കി പോലെ തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉലുവയെ പൊടിച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്തൊരു പശ പോലത്തെ ഒരു ഐറ്റം നമ്മുടെ കയ്യിൽ തോന്നും. അത് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോഴത്തെ സമയത്ത് ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് ഡ്രൈ ആയി കഴിയുമ്പം സ്കിന്ന് നല്ല ടൈറ്റായിട്ട് തോന്നുമ്പോഴത്തേനും നമ്മൾ അതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയുക. ഇതിപ്പോൾ എൻ്റെ 2 കൈയാണ്. ഒന്നിൽ ഞാൻ തേച്ചിട്ടില്ല, ഒന്നിൽ ഞാൻ തേച്ചിട്ടുണ്ട്. ഇതിനകത്താണ് ഞാൻ തേച്ചിട്ടുള്ളത്, എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ. അപ്പം ഞാൻ അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് കഴുകി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഡിഫറൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും മനസ്സിലാവും. എൻ്റെ മറ്റേ കൈയും ഇതും കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.